തലച്ചോറിന് പരിക്കുണ്ട്, മുഖത്ത് ചിലയിടങ്ങളിൽ പൊട്ടലുകളുണ്ട് എന്നുള്ളതാണ് ഈ ജീസസ് സ്കോർ അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്നുള്ളതാണ്. അത് 3 മുതൽ 15 വരെ എന്ന നിലയ്ക്ക് കണ്ണിന്റെ ചലനവും റെസ്പോൺസും മറ്റു കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്ത് ഒരു സ്കോർ കണ്ടെത്തുകയാണ്. അതിനനുസരിച്ചാണ് പിന്നീടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ നൽകുക. ഈ റെസ്പോൺസിൽ ഒരു 15 ഏറ്റവും നല്ല സ്കോർ എന്ന് പറയുന്നത്. അതിൽ 8 എന്നൊരു സ്കോർ നിലയിലാണ് ഉമാ തോമസ് ആശുപത്രിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. ഈ 8 അതിൽ താഴെ എന്ന് പറയുന്നത് ഇൻ എ കോമ വിത്ത് ലോവർ സ്കോർ ഇൻഡിക്കേറ്റിംഗ് എ ഡീപ്പർ കോമ എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്, ആരോഗ്യ സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് എത്തിയത്. കൃത്യമായി കണ്ണുകൾ ഇപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് ചലിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കമാൻഡ് അനുസരിച്ച് ചലിക്കുകയാണെങ്കിൽ, സൗണ്ട് അനുസരിച്ച് ചലിക്കുകയാണെങ്കിൽ, ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം കമാൻഡ് അനുസരിച്ച് കൈകളുടെ മൂവ്മെന്റ് ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ, ശബ്ദങ്ങളോട് റിയാക്ട് ചെയ്യുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഡോക്ടർമാർ എന്താണ് യഥാർത്ഥത്തിലുള്ള ഒരു മാനസികാവസ്ഥ, നില, റെസ്പോൺസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, അത് കൺഫ്യൂസ്ഡ് ആയിട്ടാണോ, അത് കൃത്യമായി കാര്യങ്ങൾ പറയുകയാണോ, ശരീരത്തിന്റെ ചലനം അത് നോർമലായി സംഭവിക്കുന്നതാണോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചാണ് ആരോഗ്യനിലയൊക്കെ നോക്കുക. അത് 15 ആ സ്കോർ. 3 മുതൽ 15 വരെയാണ് സ്കോർ ഡോക്ടർമാർ പരിശോധിച്ച് കണ്ടെത്തുക എന്ന് പറയുന്നത്. അതിൽ 15 എന്ന നിലയ്ക്ക് എത്തുന്നില്ല. അതാണ് ഒരു നോർമൽ സ്റ്റേജ് എന്ന് പറയുന്നത്. 8 എന്നൊരു പോയിന്റിലാണ് ഉമാ തോമസിനെ അവിടേക്ക് അഡ്മിറ്റ് ചെയ്തത് എന്നുള്ളതാണ് ഡോക്ടർമാർ വിശദീകരിക്കുന്നത്. ഇതൊക്കെയാണ് ആരോഗ്യ സാഹചര്യം. സ്നേഹമോൾ ഞാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്നേഹ, ആശുപത്രി അധികൃതർ ഉമാ തോമസ് MLA ആരോഗ്യ കാര്യങ്ങളെ പറ്റി പറയുന്നത് എന്തൊക്കെയാണ്? മാധു, തലയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. സ്പൈനൽ കോഡിനും ഇഞ്ചറി ഉണ്ട്, ശ്വാസകോശത്തിലടക്കം ഇഞ്ചറി ഉണ്ട്. രക്തം കട്ട പിടിച്ചതാണ്, ശ്വാസകോശത്തിന് കട്ട പിടിച്ച നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്വാസകോശത്തിലടക്കം ഇഞ്ചറി ഉണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നത്. അതായത് ഉടൻ തന്നെ ഒരു സർജറിയുടെ ആവശ്യമില്ല എന്ന് ഡോക്ടർമാർ പറയുന്നു. പക്ഷേ എന്ന് കരുതി പരിക്ക് ഗുരുതരമല്ല എന്നല്ല. ഒരു അതിവേഗത്തിൽ അവർ നടത്തിയ ഒരു സ്കാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണ് ഡോക്ടർമാരൊക്കെ തന്നെയും നമ്മോട് പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും 24 മണിക്കൂറിന് ശേഷമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ചികിത്സ ആവശ്യമാണ്, മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ടോ എന്ന കാര്യമൊക്കെ 24 മണിക്കൂറിന് ശേഷമേ പറയാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഉമാ തോമസ് MLA തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെയാണ്. വിദഗ്ധർ അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തിയിട്ട് മികച്ച പരിചരണം തന്നെ നൽകാൻ ശ്രദ്ധിക്കും എന്നാണ് ഡോക്ടർമാർ ഒക്കെ തന്നെയും നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഉമാ തോമസ് ഇപ്പോൾ അബോധാവസ്ഥയിൽ തുടരുകയാണ്. ഏതായാലും പരിക്ക് ഗുരുതരമാണ്. മുഖത്തൊക്കെ തന്നെയും പരിക്കേറ്റിട്ടുണ്ട്. ഉയരത്തിൽ നിന്ന് വീണതുകൊണ്ട് തന്നെ ശരീരത്തിലൊക്കെ തന്നെയും പരിക്കുകൾ ഏൽക്കാൻ തന്നെ സാധ്യതയുണ്ട്. അതൊക്കെ തന്നെയും വളരെ വിശദമായി തന്നെ പരിശോധന നടത്തേണ്ടതുണ്ട്. അത് 24 മണിക്കൂറിന് ശേഷം മാത്രമേ വ്യക്തമാകൂ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. നിലവിൽ ഗുരുതരമായ പരിക്കേറ്റ MLA അബോധാവസ്ഥയിൽ തുടരുകയാണ്. സ്കാനിങ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായതിനു ശേഷമാണ് ഡോക്ടർമാരൊക്കെ തന്നെയും ഇപ്പോൾ നമ്മൾ